റഷ്യ ഉക്രൈൻ യുദ്ധം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തുടരുന്നു. ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്ന് അവസാനിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. ഈ യുദ്ധം നടക്കുന്നതിനിടയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മലേഷ്യൻ വിമാനം തകർന്നു വീണു എന്നൊരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടതാണ്. അതെ, അത് ആ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു അത് റഷ്യ വെടിവെച്ചിട്ടതാണ്, യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ റഷ്യ യാതൊരു കാരണവശാലും അത് സമ്മതിക്കാൻ തയ്യാറാവുകയും ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ അത് തെളിഞ്ഞു അല്ലേ? അതെ. ഈ സംഭവം നടന്നത് 2014 ജൂലൈ 17 കിഴക്കൻ ഉക്രൈനിലാണ് ഈ അപകടം ഉണ്ടായത്. മലേഷ്യൻ എയർലൈൻസിൻ്റെ ബോയിങ് 777, കൃത്യമായി പറഞ്ഞാൽ MH17 എന്ന് പറയുന്ന ഒരു യാത്രാ വിമാനം. അതിൽ 283 യാത്രക്കാരും 15 ജീവനക്കാരും ഉണ്ടായിരുന്നു. പൈലറ്റും സഹപൈലറ്റും അടക്കം 15 ജീവനക്കാരും 283 യാത്രക്കാരും ഉണ്ടായിരുന്നു. ഇവരാരും തന്നെ ജീവിച്ചിരിപ്പില്ല. ആ അപകടത്തിൽ എല്ലാവരും മരിച്ചു. അപ്പോൾ ഇത് സംഭവം ഉണ്ടായത് ഈ ഉക്രൈൻ റഷ്യ സംഘർഷം, അതായത് ഉക്രൈനിലോട്ട് റഷ്യ അധിനിവേശം നടത്തുന്നതിന് മുമ്പ് തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിലും ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉക്രൈൻ്റെ കിഴക്കൻ ഉക്രൈനിൽ റഷ്യയുടെ പിന്തുണയുള്ള വിമതരുണ്ട്. അതായത് റഷ്യക്ക് വേണ്ടി ഉക്രൈനെതിരെ പ്രവർത്തിക്കുന്ന വിമത ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരുടെ സ്വാധീന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത്. അപകടമല്ല, അത് കൃത്യമായി പറഞ്ഞാൽ ഒരു ആക്രമണമാണ് നടന്നത്. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് ഈ പറയുന്ന റഷ്യൻ വിമതർ അല്ലെങ്കിൽ റഷ്യൻ സേന, ആരാണിത് തൊടുത്തു വിട്ടതെന്നറിയില്ല, റഷ്യയുടെ പിന്തുണയുള്ള വിമത ഗ്രൂപ്പ് അവരാണ് ഈ ആക്രമണം നടത്തിയതെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. പിന്നീട് അത് റഷ്യൻ സേന തന്നെയാണ് ആക്രമണം നടത്തിയെന്നുള്ള രീതിയിൽ വരുന്നു. ഇപ്പോൾ ഉക്രൈനുമായിട്ടുള്ള ഒരു സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതോ ഒരു യുദ്ധവിമാനമാണ് ആ കടന്നു വരുന്നത് എന്നുള്ള ധാരണയിലാണ് ഈ മിസൈൽ തൊടുത്തുവിട്ടത്. അപ്പോൾ ഈ മിസൈൽ പതിച്ചാണ് ഈ വിമാനം തകർന്നു വീണത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതി, അതായത് യൂറോപ്പിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ കോടതി, അപ്പോൾ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഒരു കോടതിയാണ്. അപ്പോൾ ഈ കോടതിയുടെ ആ ഉടമ്പടി പ്രകാരമുള്ള രാജ്യങ്ങൾക്കെല്ലാം ഈ കോടതിയുടെ വിധി ബാധകമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ECHR, അതായത് യൂറോപ്യൻ കോർട്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ കോടതിയാണ് ഇവർക്കിപ്പോൾ റഷ്യ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയേക്കുന്നത്. അപ്പോൾ ഈ ECHR മാത്രമല്ല, നേരത്തെ ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ ഏജൻസിയും, അതായത് വിമാന അപകടം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ ഏജൻസിയും അന്വേഷണം നടത്തിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ മെയ്യിൽ ഐക്യരാഷ്ട്രസഭയും റഷ്യ ഇതിൽ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരുന്നു. കാര്യം ഇത് ബോധപൂർവം തന്നെ മിസൈൽ അയച്ച് ഈ പറയുന്ന വിമാനത്തെ വെടിവെച്ചിടുകയായിരുന്നു എന്നുള്ളത്. അതായത് ഇതൊരു വാർത്താ പ്രാധാന്യം കിട്ടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ മലേഷ്യൻ എയർലൈൻസിൻ്റെ 2 വിമാനങ്ങൾ സമാന വലിയ ഇടവേള ഇല്ലാണ്ട് ദുരൂഹമായി അപകടത്തിൽപ്പെട്ടിരുന്നു. ഒന്ന്, ഈ വിമാനം എങ്ങനെയാണ് തകർന്നു വീണതെന്നുള്ള കാര്യം യാതൊരു പൈലറ്റോ മറ്റ് സഹപൈലറ്റോ ആരും തന്നെ യാതൊരുവിധ മുന്നറിയിപ്പുകളും കൊടുക്കാതെ തന്നെ ഒരു വിമാനം തകർന്നു വീഴുന്നു. അതായത് മിസൈൽ പതിച്ച എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പിന്നീടാണ് അത് മിസൈൽ പതിച്ചതാകാമെന്നുള്ള നിഗമനങ്ങളിലേക്ക് എത്തിയത്. മറ്റൊരു വിമാനം മലേഷ്യൻ എയർലൈൻസിൻ്റെ ഒരു വിമാനം കടലിൽ പതിച്ചിട്ട് ഇതുവരെ ആ വിമാനത്തെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചെറിയ ഇടവേളകളിൽ മലേഷ്യൻ എയർലൈൻസിൻ്റെ 2 വിമാനങ്ങൾ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങൾ വലിയ വാർത്തയായിരുന്നു. അന്നു മുതൽ തന്നെ ഈ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് പല സൂചനകളും വന്നിരുന്നു. എന്നാൽ റഷ്യ അന്ന് തൊട്ട് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു. മാത്രമല്ല, ഈ അന്വേഷണവുമായി റഷ്യ ഒരു തരത്തിലും സഹകരിച്ചതുമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത്. അതായത് ഈ പറയുന്ന മനുഷ്യാവകാശ കോടതിയുടെ വിധിയിൽ പറയുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. അതായത് വിമാനം വീണതിൻ്റെ ഉത്തരവാദിത്തം റഷ്യ നിഷേധിച്ചത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മര്യാദകളുടെയും ലംഘനമാണ്. പിന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താൻ, അതായത് റഷ്യ ഈ വിമാന അപകടം ഉണ്ടായ സംബന്ധിച്ചുള്ള കാരണങ്ങൾ കണ്ടെത്താനായിട്ടുള്ള അന്വേഷണം നടത്താൻ കൃത്യമായ വിലോപം കാട്ടി അല്ലെങ്കിൽ കാര്യമായ ഇടപെടൽ നടത്താതിരുന്നത് ആ അപകടത്തിൽ മരിച്ച ഇരകളുടെ കുടുംബങ്ങളോട് കാണിച്ച ഏറ്റവും വലിയ അനാദരവാണ് എന്നാണ് ഈ പറയുന്ന കോടതി പറയുന്നത്. പിന്നെ ഉക്രൈനും അതേപോലെ തന്നെ നെതർലാൻഡ്സും മറ്റ് ചില പ്രശ്നങ്ങളും റഷ്യക്കെതിരെ അവിടെ മനുഷ്യാവകാശ കോടതിയിൽ പരാതിയായിട്ട് ഉന്നയിച്ചിരുന്നു. അത് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശം സംബന്ധിച്ചാണ്. അപ്പോൾ അത് സംബന്ധിച്ചും ഈ മനുഷ്യാവകാശ കോടതിയിൽ റഷ്യക്കെതിരെ വലിയൊരു വിധി വന്നിട്ടുണ്ട്. അതായത് പലതരത്തിലുള്ള കുറ്റമാണ് റഷ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് ഈ ഉക്രൈൻ അധിനിവേശത്തിൽ കൊലപാതകം, അതായത് കരുതിക്കൂട്ടി ആളുകളെ കൊല്ലുക,
പീഡിപ്പിക്കുക, അതായത് ശാരീരികമായി ഉപദ്രവിക്കുക, കുഞ്ഞുങ്ങളെ അടക്കം ബലാത്സംഗം ചെയ്യുക, ഉക്രൈനിലുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടു പോവുക. പിന്നെ ഏറ്റവും വലിയ സംഗതിയായിട്ട് പറയുന്നത് റഷ്യൻ സൈന്യം ബലാത്സംഗം ഒരു യുദ്ധ ഉപാധിയായിട്ട്, ഒരു യുദ്ധമാർഗമായിട്ട് തന്നെ ഉക്രൈനിൽ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് ഉക്രൈനുള്ള ജനങ്ങളുടെ മനസ്ഥൈര്യം തകർക്കാൻ വേണ്ടി, ആത്മധൈര്യം തകർക്കാൻ വേണ്ടിയിട്ട് ബലാത്സംഗങ്ങൾ വലിയൊരു ആയുധമായി തന്നെ റഷ്യൻ സേന അവിടെ ഉപയോഗിച്ചു എന്നും പറയും. പിന്നെ പല രീതിയിലുള്ള, അതായത് റഷ്യയ്ക്ക് മേൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ അതിന് റഷ്യയെ ഏത് വിധത്തിൽ ശിക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുമല്ലോ. വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ അല്ലെങ്കിൽ പിഴ ഒക്കെ ഈടാക്കാനാണ് ഇത് പ്രകാരമുള്ള വ്യവസ്ഥയുള്ളത്. ഈ അന്താരാഷ്ട്ര അല്ലെങ്കിൽ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ ഉത്തരവ് പ്രകാരം വലിയ രീതിയിലുള്ള പിഴ റഷ്യയ്ക്ക് മേൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കി റഷ്യ 2022 തന്നെ ഈ മനുഷ്യാവകാശ കോടതിയുടെ നടപടികളിൽ നിന്ന് നേരത്തെ തന്നെ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു ശിക്ഷ വിധിച്ചാൽ തന്നെയും അത് റഷ്യയിൽ നിന്ന് എങ്ങനെ ഈടാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഈ പറയുന്ന ഈ യൂറോപ്യൻ മനുഷ്യാവകാശ കോടതിയുടെ ഉത്തരവ് അസാധുവാണ് എന്നാണ് ഇപ്പോൾ റഷ്യയുടെ നിലപാട്. അത്തരത്തിലൊരു കോടതി വിധി ഞങ്ങൾക്ക് ബാധകമല്ല, അത് ഞങ്ങളുടെ വാദങ്ങൾ പരിഗണിക്കാതെ, കാര്യം അവർ ഈ കോടതി നടപടികളുമായിട്ട് ഒരു ഘട്ടത്തിൽ സഹകരിച്ചില്ല, അതുമായിട്ട് നേരത്തെ തന്നെ അതിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ വാദങ്ങൾ പരിഗണിക്കാതെ ഇത്തരത്തിലുള്ളൊരു കോടതി വിധി പുറപ്പെടുവിക്കാൻ ഈ കോടതിക്ക് അധികാരമില്ല. അങ്ങനെ കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ വിധി അസാധുവാണ് എന്നുള്ളതാണ് റഷ്യയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട്. എന്നാൽ ഉക്രൈൻ ഈ വിധിയെ ചരിത്രപരമാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി വിധി പുറപ്പെടുവിച്ചു എന്നുള്ള നിലപാടിലാണ് ഉക്രൈൻ ഉള്ളത്. ഇപ്പം ഈ മനുഷ്യാവകാശ കോടതിയുടെ കണ്ടെത്തലിൽ ഏതാണ്ട് 501 പേജ് വരുന്ന വലിയ ഒരു വിധി പ്രസ്താവമാണ് വന്നേക്കുന്നത്. ഏറ്റവും ഗുരുതരമായ സംഗതി ഈ പറയുന്ന വിമാനം അപകടം അത് സംബന്ധിച്ചുള്ളതാണ്. ഏതാണ്ട് 300-ലധികം പേരുടെ ജീവന് ഉത്തരവാദിയായിട്ടുള്ള വലിയൊരു സംഭവം റഷ്യ നടത്തിയിട്ടും അത് ബോധപൂർവം മറച്ചു വയ്ക്കാനായിട്ടാണ് റഷ്യ ഇക്കാലയളവിൽ ഇത്രയും ശ്രമിച്ചത്. ഒരു കാലത്തു പോലും റഷ്യ ഈ കുറ്റം ഏറ്റുപറഞ്ഞില്ല. പരോക്ഷ സമ്മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും. ഇത്തരത്തിൽ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന തരത്തിൽ പരോക്ഷ സമ്മതങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇങ്ങനൊരു കോടതി വിധി ഉണ്ടായിട്ട് പോലും അതിനെ അംഗീകരിക്കുന്ന ഒരു നിലപാടല്ല റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്.